നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ പണം ഇവിടെ തന്നെ കാണും. അതെവിടെയും പോവില്ല. അത് നിങ്ങൾക്ക് തന്നെ തരും. ഇത് ചെമ്പകമംഗലത്തുകാരുടെ വാക്കാ. ഉറപ്പായിട്ടും വരുമല്ലോ അല്ലേ? ആ, ഓക്കെ. വൈശാഖാണല്ലോ, എന്തോ കാര്യം ഉണ്ടാവും. പറയൂ വൈശാഖ്. ആന്റി, നമ്മൾ പറയുന്നത് പോലെയും ചിന്തിക്കുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ. പിന്നെ കടുംപെടുത്തോ മുത്തശ്ശിക്ക്? ആര്? രാജലക്ഷ്മി അമ്മയ്ക്കോ? ആ, കല്യാണ തീയതി കുറിപ്പിക്കാതെ പണം കയ്യിൽ തരില്ലെന്നാ പിടിവാശി. നന്ദിനിക്കോ? അവര് പണം കൈമാറാൻ തയ്യാറായി വന്നതാ. പക്ഷേ മുത്തശ്ശി സമ്മതിക്കുന്നില്ല. പണം കയ്യിൽ കിട്ടാതെ മൈഥിലിയുമായിട്ട് മുങ്ങാനും പറ്റില്ലല്ലോ. ആന്റി, ഞാനൊരു ബെറ്റർ ഐഡിയ കണ്ടെത്തിയിട്ടുണ്ട്. എന്താ ഐഡിയ? ആന്റി, തീയതി കുറിപ്പിച്ച ആ നിമിഷം പണം എന്റെ കയ്യിൽ കിട്ടും. അതുകൊണ്ട് ഒരു ഗജ ഫ്രോഡ് ജോൾസിനെ ഞാൻ അങ്ങ് ഇറക്കും. അയാളെ ഇറക്കി പരമാവധി മുന്നോട്ട് തള്ളിയ ഒരു കല്യാണ തീയതി അങ്ങ് കുറിപ്പിക്കാം. അത് കഴിഞ്ഞ് ഞാനും മൈഥിലിയും കൂടെ ആരും അറിയാതെ ഒരു മുങ്ങങ്ങ് മുങ്ങും. ഐഡിയ സൂപ്പറാ. പക്ഷേ ഇതിൽ എന്റെ കോൺട്രിബ്യൂഷൻ കൂടി വേണ്ടേ? വേണം. ജോൾസിന് ഞാൻ തരും. ഗജ ഫ്രോഡല്ല, അതുക്കും മേലെ. ഞാനൊരു ജോൾസിനെ അടിമപ്പണിക്ക് വിലക്കെടുത്തിട്ടുണ്ട്. അല്ല, അരിക്കൊമ്പനേക്കാൾ വലിയ ഗജ ഫ്രോഡാണോ? അരിക്കൊമ്പൻ ഗുണ്ടയല്ലല്ലോ, ഹീറോയിസമുള്ള അധോലോക നായകനല്ലേ. എന്റെ അടിമയായ ഈ ജോൾസിന് ഞാൻ നിന്റെ നമ്പർ കൊടുക്കും. അയാൾ നിന്നെ വിളിക്കും. കാര്യങ്ങളെല്ലാം കൃത്യമായി ഈ ഗജ ഫ്രോഡിനെ പറഞ്ഞു പഠിപ്പിക്കണം. ഓക്കെ ഓക്കെ. ആ, പിന്നെ മറ്റൊരു കാര്യം കൂടി. മുങ്ങുന്ന കൃത്യസമയം മുമ്പേ അറിയിച്ചാൽ നിങ്ങൾക്ക് ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ഏർപ്പാടാക്കി തരും. താങ്ക് യു ആന്റി. തീർന്നില്ലടാ. ബാംഗ്ലൂരിൽ ചെന്നാലേ അവിടെ ഒരാഴ്ച സുഖവാസത്തിനുള്ള സൗകര്യം കൂടി എന്റെ ചെലവിൽ ഞാൻ ചെയ്തു തരും. സന്തോഷായില്ലേ? സന്തോഷായി, വലിയ സന്തോഷം. എനിക്ക് സന്തോഷമാകൂടാ. ചരിത്രം ആവർത്തിക്കല്ലേ ചെമ്പകമംഗലത്ത്. ആ തറവാട് ഇടിഞ്ഞു പൊടിഞ്ഞു തകരുന്നതും അവിടുത്തെ മനുഷ്യര് ഗതികിട്ട പ്രേതങ്ങളെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതും എനിക്ക് കാണണം. ഈ ഇന്ദ്രജ അത് കാണും. അമ്മേ, അമ്മ ഉറങ്ങിക്കാണോന്ന് ഞാൻ സംശയിച്ചു. ഇല്ല മോനെ, ഉറക്കം വരുന്നില്ല.
സന്തോഷം വന്നാലും സങ്കടം വന്നാലും ചിലർക്ക് ഉറങ്ങാനേ പറ്റില്ല. അമ്മയ്ക്കിപ്പോ സന്തോഷം ആയതുകൊണ്ടായിരിക്കും ഉറങ്ങാൻ പറ്റാത്തത്. മോനെ, എനിക്കിപ്പോ സന്തോഷമാണെങ്കിലും ആലോചിക്കുമ്പോ അതിലേറെ സങ്കടം. എന്താ അമ്മേ? അതെന്താന്ന് വെച്ചാ മീനാക്ഷി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ഏറെ നാളുകളായിട്ടില്ല. ഒരു മകൾക്ക് പകർന്നു കൊടുക്കേണ്ട സ്നേഹവാത്സല്യങ്ങൾ എനിക്ക് അവൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവളുടെ സ്നേഹം എനിക്കും ഏറെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്നേഹിച്ചു തീരും മുൻപേ അവൾക്ക് മറ്റൊരവകാശി വരുമ്പോ സ്വാഭാവികമായും എനിക്ക് സങ്കടം ഉണ്ടാവില്ലേ മോനെ? അമ്മ പറയുന്നത് ഒരർത്ഥത്തിൽ ശരിയാ. പിന്നെ മക്കളുടെ സന്തോഷല്ലേ ഏതൊരമ്മയുടെ സന്തോഷം. അത് വെച്ച് നോക്കുമ്പോ ഈ അമ്മ ഭാഗ്യവതിയ മോനെ. എന്റെ 2 മക്കൾക്കും സന്തോഷം നിറഞ്ഞ ജീവിതമാണല്ലോ. എന്റെ പ്രാർത്ഥനയൊക്കെ ദൈവം കേൾക്കുന്നു. അവള് കല്യാണം കഴിച്ച് വൈശാഖിനൂടെ പോട്ടെ. അമ്മയ്ക്ക് ഒരു മകനില്ലേ എപ്പോഴും കൂടെ? അതെ, അതാണ് അമ്മയ്ക്ക് ദൈവം തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. എന്റെ കാർത്തിക്, അമ്മയുടെ മനസ്സൊന്നിടറിയാൽ, അമ്മയുടെ കണ്ണൊന്ന് നനഞ്ഞാൽ ആ നിമിഷം അമ്മയുടെ മുന്നിലെത്തുന്ന എന്റെ പൊന്നുമോൻ. അത് ശരി. അപ്പോഴേക്കും കരഞ്ഞോ? ഇനി എനിക്കൊരു മഹാഭാഗ്യം വരുന്നു. അമ്മ അച്ഛമ്മയാവുക. അത് കുഞ്ഞു മോനാണോ മോളാണോ ആരായാലും ഇനി ഞാൻ ലാളിച്ചു വളർത്താൻ പോകുന്ന അതിനെയാ. നിന്നെ പാടി ഒരുക്കിയ താരാട്ടുകൾ അമ്മയുടെ മനസ്സിലിങ്ങനെ ഈണമായി ഒഴുകുക. എന്നെ പോലെ പുണ്യം ചെയ്ത വേറൊരു സ്ത്രീ ഈ ഭൂമിയിൽ ഇല്ലെന്ന് തന്നെ എനിക്കിപ്പോ തോന്നുന്നു. അമ്മേ, വേറൊരു കാര്യം പറയാനാ ഞാനിപ്പോ അമ്മയെ തിരക്കി വന്നത്. എന്താ മോനെ? അമ്മ നാളെ രാവിലെ ഒരുങ്ങിയിരിക്കണം. ഏറ്റവും നല്ല സാരി ഉടുത്ത് ഒരു സുന്ദരി അമ്മയായി എന്റെ കൂടെ ഒരിടം വരെ വരണം. എവിടേക്കാ മോനെ? കല്യാണത്തിന് നമുക്ക് ആദ്യം ക്ഷണിക്കേണ്ടത് ഒരു VIP. ആ VIP ക്ഷണിക്കാൻ നമുക്ക് ഒരുമിച്ച് പോണം. ആരാടാ മോനെ ആ VIP? വല്ല IG മറ്റോ ആണോ? അതൊക്കെ നേരി കാണുമ്പോ അറിഞ്ഞാ മതി. എന്തായാലും അമ്മ പോവാൻ തയ്യാറായിക്കോ. ഞാൻ രാവിലെ വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.